How is big it? How is big a How big is this? ഹായ് വെൽക്കം ബാക്ക് ടു അനദർ ട്രാവൽ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഈ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഓൺ ദ എർത്ത് കാണാനാണ്. അതായത് ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയം, ദുബായിലുള്ള ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. തികച്ചും ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ഡോണറ്റ് ഷേപ്പിലാണ് ഈ ഒരു ബിൽഡിംഗ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ പുറം ഭാഗത്തെല്ലാം വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ ഈ കാണുന്നത് അറബിക് കാലിഗ്രഫിയാണ്. അതായത് ഇവിടുത്തെ ദുബായ് റൂളറിൻ്റെ ഒരു ലൈൻസ് ആണിത്, അതായത് ഒരു കവിതയാണിത്. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഈ ഒരു കാഴ്ചപ്പാടുകളാണ് ഇത് ഈ ഒരു അറബിക് പോയമായിട്ട് അല്ലെങ്കിൽ ഒരു കവിത ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് ഈ പുറത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ കാണുന്നത് അവിടുത്തെ ഒരു റോബോട്ടാണ്, അതായത് കോഫി മേക്കിംഗ് ആണ് ചെയ്യുന്നത്. ചായ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു റോബോട്ടാണ്. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് ഉള്ളിൽ നിന്നുള്ള കാഴ്ച. ഇവിടെ നിന്നെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അറബിക് കാലിഗ്രഫി കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിനകത്തുള്ള കാഴ്ചകൾ കണ്ടു നോക്കാം. ഇവിടെ എല്ലാം ആ ഒരു അറബിക് ലെറ്റേഴ്സ് നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇത് അവിടുത്തെ ഒരു സ്റ്റെയർ ആണ്. ഇനി നമുക്ക് ഈ ഒരു റോബോട്ട് എങ്ങനെ കോഫി തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇത് അവിടുത്തെ ഒരു ഫ്ലെയിം ഷേപ്പിലുള്ള ഒരു ഫ്ലൈയിങ് ഡോൾഫിൻ ആണ് ഇതിന് പറയപ്പെടുന്നത്. ഫ്ലൈയിങ് ഡോൾഫിന് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത് ഒരു സ്റ്റീൽ കൊണ്ടാണ്, പക്ഷേ ആക്ച്വലി ഇതൊരു ബലൂൺ പോലെ തന്നെയാണ്. പക്ഷെ അത് റോബോട്ടിക് പോലെ തന്നെ ഒരു കൺട്രോൾഡ് ആയിട്ടാണ് ഇത് ഫ്ലൈ ചെയ്യുന്നത്. AI കൺട്രോൾഡ് ആണിത്. ഒരു ഹീലിയം ബലൂൺ തന്നെയാണത്. അപ്പോൾ അതിങ്ങനെ ഫ്ലൈ ചെയ്തിട്ടാണ് നടക്കുന്നത്. ഫ്ലൈയിങ് ഡോൾഫിൻ ആണ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലൊന്ന് കയറി നോക്കാം. പിന്നെ ഇതാണ് ഇവിടുത്തെ എലിവേറ്റർ. ഒരു പ്രത്യേകതയുള്ള ഒരു എലിവേറ്ററാണ്. അതിൻ്റെ ഒരു ഷേപ്പും ലൈറ്റ്സൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ ഒരു ഫ്ലൈയിങ് ഡോൾഫിൻ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാം നമുക്ക്. ഇത് കണ്ടു നിൽക്കാൻ തന്നെ നല്ലൊരു വിസ്മയമാണ്. നല്ല റഷ് ഉണ്ടായിരുന്നു. ടിക്കറ്റ് എല്ലാം ഫുള്ളാണ്. അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം, ടിക്കറ്റ് എടുത്തിട്ട് വേണം വരാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഫ്രീ എൻട്രി ആണ്. അവിടെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ അവിടെയുള്ളൊരു റോബോട്ടിക് ഡോഗാണ്. അതിങ്ങനെ പല മൂവ്മെൻറ്റ്സും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കൺട്രോളർ ഉണ്ടായിരുന്നു. അതൊരു റിമോട്ട് കൺട്രോളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒരു AI റോബോട്ടിക് ഡോഗാണിത്. ഇതെല്ലാം ഭാവിയിൽ വരാൻ പോകുന്ന റോബോട്ടിക് അഡ്വാൻസ്മെൻ്റ് ആണ്. കുട്ടികൾക്കൊക്കെ നല്ലൊരു വിസ്മയ കാഴ്ചയാണ് കേട്ടോ. പല മൂവ്മെൻറ്റ്സ് അത് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അതുപോലെ ഡാൻസ് മൂവ്മെൻ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കൗതുക കാഴ്ചയായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ. മക്കൾക്കെല്ലാം നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അവരെല്ലാം വണ്ടറടിച്ച് നിൽക്കുകയായിരുന്നു ഈ ഒരു ഡോഗ് കാണിക്കുന്നിടത്ത്. ശരിക്കും ഈ ഒരു ബിൽഡിങ് കാണിക്കുന്നത് എങ്ങനെയാണ് ഫ്യൂച്ചർ വരാൻ പോകുന്നത്, ഭാവിയിൽ എങ്ങനെയാവും ദുബായ് വരാൻ പോകുന്നത് എന്നാണ്. പിന്നെ മെട്രോയിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിനകത്തേക്ക്. എമിറേറ്റ്സ് ടവറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മെട്രോ വഴി നേരെ ഈ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതിനകത്തുള്ളൊരു പെർഫ്യൂം ഷോപ്പാണ് കേട്ടോ. എങ്ങനെയാണ് പെർഫ്യൂം ഉണ്ടാക്കുന്നതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറൊക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താഴേക്കൊന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് ചാർജ് 1 hour 15 dirhams or 20 dirhams ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലത് മെട്രോ വഴി വരുന്നതാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ദുബായിയുടെ ബ്യൂട്ടിഫുൾ നൈറ്റ് വ്യൂ ആണ്. ഒരുവിധം എല്ലാ മേജർ ബിൽഡിംഗ്, ബുർജ് ഖലീഫ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ദുബായിയുടെ ആ ഒരു നൈറ്റ് വ്യൂ ആണിത്. ഈ കാണുന്നത് മെട്രോ ബ്രിഡ്ജ് ആണ് കേട്ടോ. മെട്രോന്ന് ഡയറക്റ്റ് ആക്സസ് ഉണ്ട് ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക്. ഇതിൻ്റെ തൊട്ടടുത്തുകൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്.
ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഫിംഗറിൻ്റെ കൈയിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പുറം ഭാഗമാണെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരുകയാണ്. ഈ കാണുന്നതാണ് സിറ്റി ഫ്രെയിം, ദുബായ് ഫ്രെയിം അല്ലെങ്കിൽ സിറ്റി ഫ്രെയിം എന്നൊക്കെ പറയുന്ന ഒന്നാണിത്. ഇതൊരു ഫ്രെയിം ഷേപ്പ്, അതായത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് വരുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും വരാം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.